ഏറ്റെടുക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ നിലപാട് അറിയിച്ചു. നടപടികൾ വൈകിയത് ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്തെന്ന് സത്യവാങ്മൂലം. EP കൊലക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ നടപടി. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അടക്കം 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ശിക്ഷാ ഇളവിനുള്ള ഗൂഢാലോചന 2022 തുടങ്ങിയെന്ന് VD സതീശൻ. നിയമവിരുദ്ധമായി ആർക്കും ഇളവ് നൽകില്ലെന്ന് മന്ത്രി MP രാജേഷ്. TP വിഷയത്തിൽ ഇന്നും പ്രക്ഷുബ്ധമായി സഭ. പാർലമെന്റിൽ അടിയന്തരാവസ്ഥ സൂചിപ്പിച്ച് രാഷ്ട്രപതി. ഇരുളടഞ്ഞ അധ്യായമെന്ന് പരാമർശം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ ക്രമസമാധാനത്തിന് ശ്രമിക്കുന്നുവെന്നും രാഷ്ട്രപതി. പ്രതിഷേധ സ്വരമുയർത്തി പ്രതിപക്ഷം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂർ കുന്നംകുളത്ത് വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണു. കൊച്ചി എടവനക്കാട് കടൽക്ഷോഭം രൂക്ഷം. ആലപ്പുഴയിലും പത്തനംതിട്ടയിലും പലയിടങ്ങളിലും വെള്ളം കയറി. കനത്ത മഴയിൽ ചെളിക്കുഴിയായി തിരുവനന്തപുരം തെങ്കാശി പാതയിലെയും നെടുമങ്ങാട് ടൗണിലെയും റോഡുകൾ. ഗതാഗതക്കുരുക്കും പാതാളക്കുഴികളും ജനങ്ങൾക്ക് ദുരിതമാകുന്നു. അപകടങ്ങളും പതിവ് കാഴ്ച. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ ന്യൂസ്. നാവ കുഴിയടയ്ക്കാം. 2020 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ. അഫ്ഗാനെ തകർത്തത് 9 വിക്കറ്റിന്. ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. എതിരാളികൾ ഇംഗ്ലണ്ട്.